വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ US വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജീയമായ കമല ഹാരിസിന്റെ മേൽക്കൈ പ്രകടമാക്കുന്ന മറ്റൊരു സർവേ ഫലം കൂടി പുറത്ത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമലയ്ക്ക് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ എതിരാളിയുമായ ഡൊണാൾഡ് ട്രംപിന് മേൽ നേരിയ മുൻതൂക്കം ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ABC ന്യൂസ് സർവേ വ്യക്തമാക്കുന്നത്. കേവലം 4 പോയിന്റ് മുൻതൂക്കമാണ് സർവേ പറയുന്നതെങ്കിലും ഇതിന് കൃത്യമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ജോ ബൈഡൻ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന സമയത്ത്, അതായത് ഒരു മാസം മുമ്പ്, ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടമാണെന്ന നിലയിലായിരുന്നു സർവേകൾ പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് കമലയുടെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റുകൾ മികച്ച മുന്നേറ്റം തുടർച്ചയായി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷന് മുന്നോടിയായി വന്ന സർവേ ഫലം കമലയ്ക്ക് കൂടുതൽ മൈലേജ് നൽകുമെന്നാണ് വിലയിരുത്തൽ. ഈ കൺവെൻഷനിൽ വെച്ചവും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കമല ഹാരിസ് തന്റെ നാമനിർദ്ദേശം ഔദ്യോഗികമായി സ്വീകരിക്കുക എന്നാണ് സൂചന. അതിനു മുൻപ് തന്നെ സർവേ ഫലം വന്നത് കമലയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കമല ഹാരിസ് 49% വോട്ടോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ട്രംപ് 45%മായി ഒട്ടും പിന്നിലല്ലെന്ന് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നു. മൂന്നാം കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയാൽ കമല ഹാരിസ് 47%, ട്രംപിന് 44%, റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ 5% പിന്തുണ നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈയിൽ ട്രംപ് 43%, ബൈഡൻ 42%, കെന്നഡി 9% പിന്തുണയോടെ നിന്നിരുന്ന സ്ഥാനത്താണ് കമലയുടെ മുന്നേറ്റം. അതേസമയം പുതിയ സർവേ കമല ഹാരിസിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായ പോരാട്ടത്തിന് തന്നെ സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മിഷിഗൺ, പെൻസിൽവാനിയ, വിസ്കോൺസിൻ, നോർത്ത് കരോലിന, ജോർജിയ, അരിസോണ, നെവാഡ എന്നീ 7 സംസ്ഥാനങ്ങളാവും തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. ഇവിടെ മുന്നേറ്റം നടത്തുന്നയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെടുവാൻ സാധിക്കും. മറ്റ് സർവേകളിൽ ഭൂരിഭാഗവും ഈ സംസ്ഥാനങ്ങളിൽ കമല ഹാരിസിന് മേൽക്കൈ ഉണ്ടെന്നാണ് പറയുന്നത്. ജോ ബൈഡൻ മത്സരിക്കുമെന്ന് കരുതിയ സമയത്തുള്ളതിനേക്കാൾ മികച്ച നിലയിലാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്കുള്ളതെന്നാണ് വിവരം. പ്രായക്കൂടുതലും ട്രംപിനൊപ്പം പങ്കെടുത്ത സംവാദത്തിലെ മോശം പ്രകടനമൊക്കെ കാരണം മത്സര രംഗത്തുനിന്ന് ബൈഡൻ പിന്മാറിയിട്ട് ഒരു മാസം തികയും മുമ്പാണ് കമല ഹാരിസിന്റെ മികച്ച പ്രകടനം ഇപ്പോൾ ചർച്ചയാവുന്നത്.